പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ അതിന്റെ സാമ്പത്തിക നേട്ടം ഏറ്റവും കൂടുതൽ കൊയ്യുന്ന രാജ്യങ്ങളിലൊന്നായി ചൈന മാറുകയാണ്. യുദ്ധം നേരിട്ട് ചൈനയെ ബാധിക്കുന്നില്ലെങ്കിലും ആഗോള ഊർജ്ജ വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം ചൈനയുടെ ഹരിത സാങ്കേതിക വിദ്യാ മേഖലയ്ക്ക് വൻ അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്ക ലോകരാജ്യങ്ങളെ പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് മാറി ഗ്രീൻ ടെക്നോളജിയിലേക്ക് കൂടുതൽ വേഗത്തിൽ നീങ്ങാൻ നിർബന്ധിതരാക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുന്നത് ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ലിഥിയം ബാറ്ററികളും ഇലക്ട്രിക് വാഹനങ്ങളും സൗരോർജ്ജ ഉപകരണങ്ങളും വിൻഡ് ടർബൈൻ ഘടകങ്ങളും നിർമ്മിക്കുന്ന രാജ്യം ചൈനയായതിനാൽ ആഗോള ആവശ്യം ഉയരുന്നതിന്റെ മുഴുവൻ പ്രയോജനവും ബെയ്ജിങ്ങിന് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ ചൈനയുടെ ലിഥിയം ബാറ്ററി കയറ്റുമതി മുൻവർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് 50.4% ഉയർന്നതായി ചൈന ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസ് ഡെപ്യൂട്ടി ഡയറക്ടർ വാങ് ജുൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രകാരം ലോകവ്യാപകമായി ഇലക്ട്രിക് വാഹനങ്ങൾ ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾക്കുമുള്ള ആവശ്യം കുത്തനെ ഉയർന്നതാണ് ഈ വളർച്ചയ്ക്ക് കാരണം. ലിഥിയം ബാറ്ററികൾ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രമല്ല, സൗരോർജ്ജ നിലയങ്ങൾ, വീടുകളിലെ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ, ഡാറ്റാ സെന്ററുകൾ, വ്യാവസായിക വൈദ്യുതി ബാക്കപ്പ് സംവിധാനങ്ങൾ എന്നിവയിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം എണ്ണയും ഗ്യാസും സ്ഥിരമായി ലഭിക്കുമോ എന്ന ആശങ്ക ശക്തമായതോടെ നിരവധി രാജ്യങ്ങൾ ഊർജ്ജ സംഭരണ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി യൂറോപ്പ്, ദക്ഷിണേഷ്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വൻ ഓർഡറുകളാണ് ചൈനീസ് കമ്പനികൾക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള ബാറ്ററി ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലിഥിയം ബാറ്ററികൾക്കൊപ്പം ചൈനയുടെ ഇലക്ട്രിക് വാഹന കയറ്റുമതിയും അതിവേഗം വളരുകയാണ്. 2026 ആദ്യ പാദത്തിൽ ചൈനയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് 77.5% ഉയർന്നതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ധനവില കുതിച്ചുയരുകയും പെട്രോൾ, ഡീസൽ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കുകയും ചെയ്തതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉപഭോക്താക്കൾ വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലും ദക്ഷിണ അമേരിക്കയിലും പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യകത വീണ്ടും വർദ്ധിച്ചു. മാർച്ച് മാസത്തിൽ മാത്രം ചൈനയുടെ ഇലക്ട്രിക് വാഹന കയറ്റുമതി 140% ഉയർന്നതായി വ്യവസായ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് ഒരു മാസത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വളർച്ചകളിൽ ഒന്നാണ്. ഇലക്ട്രിക് വാഹനങ്ങളും ബാറ്ററികളും മാത്രമല്ല, ചൈനയിൽ നിർമ്മിക്കുന്ന വിൻഡ് ടർബൈൻ ഘടകങ്ങൾ, സൗരോർജ്ജ പാനലുകൾ, ഹൈഡ്രജൻ ഇന്ധന സംവിധാനങ്ങൾ, വൈദ്യുതി സംഭരണ ഉപകരണങ്ങൾ എന്നിവയ്ക്കും ഇപ്പോൾ ലോകവ്യാപകമായി കൂടുതൽ ആവശ്യകതയാണ് ഉണ്ടായിരിക്കുന്നത്. ചൈനീസ് കസ്റ്റംസ് ഡാറ്റ അനുസരിച്ച് വിൻഡ് ടർബൈൻ ഘടകങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കയറ്റുമതി ആദ്യ പാദത്തിൽ 45.2% ഉയർന്നു. യൂറോപ്പിൽ റഷ്യൻ ഗ്യാസ് ആശ്രയം കുറയ്ക്കാനുള്ള ശ്രമവും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവിലയിലുണ്ടായ അസ്ഥിരതയും വിൻഡ് എനർജി പദ്ധതികൾക്ക് കൂടുതൽ വേഗം നൽകുകയാണ്. അതുപോലെ തന്നെ സൗരോർജ്ജ പാനലുകളുടെ കയറ്റുമതിയിലും വലിയ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീടുകളിലും വ്യവസായ മേഖലകളിലും സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന പ്രവണത ശക്തമായതോടെ ചൈനീസ് സോളാർ നിർമ്മാതാക്കൾക്ക് പുതിയ വിപണികൾ തുറക്കപ്പെടുകയാണ്. ചൈനയുടെ ലിഥിയം ബാറ്ററി കയറ്റുമതിയിലുണ്ടായ വളർച്ചയ്ക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. ചൈനീസ് സർക്കാർ നൽകുന്ന കയറ്റുമതി നികുതി റിബേറ്റ് നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് നിർമ്മാതാക്കൾ കൂടുതൽ ഷിപ്മെന്റുകൾ മുൻകൂട്ടി അയക്കുകയായിരുന്നു. ഏപ്രിൽ 1 മുതൽ ലിഥിയം ബാറ്ററി കയറ്റുമതിക്കുള്ള നികുതി റിബേറ്റ് 9% നിന്ന് 6% കുറച്ചു. ഇതോടെ മാർച്ചിനുള്ളിൽ കൂടുതൽ കയറ്റുമതി പൂർത്തിയാക്കാൻ കമ്പനികൾ ശ്രമിച്ചു. 2027 മുതൽ ഈ റിബേറ്റ് പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാനാണ് ചൈനയുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ ജനുവരി മാർച്ച് കാലയളവിൽ കയറ്റുമതി കണക്കുകൾ അസാധാരണമായ രീതിയിൽ ഉയർന്നതായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ റിബേറ്റ് ഇളവുകൾ ഇല്ലാതായാലും ലോകവ്യാപകമായ ഡിമാൻഡ് തുടരുന്നതിനാൽ ചൈനയുടെ കയറ്റുമതി വേഗം കുറയില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിഫലനം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ നിലനിൽക്കുന്നത്. അത്തരം സാഹചര്യമുണ്ടായാൽ എണ്ണവില ബാരലിന് $120 മുതൽ $150 വരെ ഉയരാമെന്നാണ് നിരവധി അന്താരാഷ്ട്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഇതോടെ എണ്ണയിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ പകരം ഉപയോഗിക്കാവുന്ന ഊർജ്ജ സംവിധാനങ്ങളിലേക്ക്
നീങ്ങുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, വീടുകളിലെ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ, സൗരോർജ്ജം, വിൻഡ് എനർജി എന്നിവയാണ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ പരിഗണിക്കുന്നത്. ഈ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിതരണക്കാരൻ ചൈനയായതിനാൽ യുദ്ധം നീണ്ടു നിൽക്കുന്നതോടെ ചൈനയുടെ സാമ്പത്തിക നേട്ടവും വർദ്ധിക്കാനാണ് സാധ്യത. ആദ്യ പാദത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷം ആ കാലയളവിൽ ഏകദേശം 1 മാസം മാത്രമാണ് ശക്തമായിരുന്നത്. എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള രണ്ടാം പാദത്തിൽ യുദ്ധഭീഷണി തുടരുകയും ഹോർമൂസ് കടലെടുക്ക സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഗ്രീൻ ടെക്നോളജി കയറ്റുമതി ഇനിയും വേഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. ജപ്പാൻ, യൂറോപ്പ്, ദക്ഷിണ കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ സ്വന്തം നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ആഗോള വിപണിയെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ചൈന തന്നെയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം, യുക്രൈൻ സംഘർഷം, ആഗോള എണ്ണയിലെ അനിശ്ചിതത്വം എന്നിവയെല്ലാം ചേർന്ന് ചൈനയുടെ ഹരിത സാങ്കേതിക വിദ്യാ മേഖലയെ പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുകയാണ്. ലോകം ഇന്ധന ആശ്രിതത്വത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്ന ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായി ബാറ്ററികളും വാഹനങ്ങളും സോളാർ ഉപകരണങ്ങളും നിർമ്മിച്ചു നൽകുന്ന പ്രധാന കേന്ദ്രമായി ചൈന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ചൈനയുടെ സാമ്പത്തിക സ്വാധീനം മാത്രമല്ല, രാഷ്ട്രീയവും തന്ത്രപരവുമായ സ്വാധീനവും കൂടുതൽ ശക്തമാകും. മുമ്പ് ലോകം എണ്ണയ്ക്കായി പശ്ചിമേഷ്യയെ ആശ്രയിച്ചിരുന്നതുപോലെ ഇനി ഭാവിയിൽ ഗ്രീൻ ടെക്നോളജിക്കായി ചൈനയെ ആശ്രയിക്കേണ്ട സാഹചര്യം രൂപപ്പെടുമെന്ന ആശങ്ക പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.